വേനൽ മഴ ലഭിക്കാത്തതിനാൽ പകൽ ചൂട് കൂടിയത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി. വർഷാരംഭത്തിൽ പൂത്തുലഞ്ഞ പല മാവുകളിലെയും മറ്റ് ഫലവൃക്ഷങ്ങളിലെയും പൂക്കൊലകൾ ഒന്നടങ്കം ചൂടിൽ കരിഞ്ഞുണങ്ങി. മകരത്തിൽ പെയ്ത മഴയെ തുടർന്ന് കാപ്പിച്ചെടികൾ പൂവിട്ടെങ്കിലും തുടർമഴ ലഭിക്കാത്തതിനാൽ കാപ്പിപ്പൂവുകൾ നഷ്ടപ്പെടുന്നത് അടുത്ത സീസണിലെ വിളവെടുപ്പിനെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. മലയോര മേഖലയിൽ ജനുവരി ആദ്യവാരത്തിൽ തന്നെ ചൂട് കൂടിയിട്ടുണ്ട്. ആഗോളതലത്തിൽ താപനില ഉയരുകയും ഇതിന്റെ ഫലമായി മഴ കുറയുകയും വരൾച്ച ഉണ്ടാവുകയും ചെയ്യുമെന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് കർഷകർ അടക്കമുള്ളവരിൽ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. ഹൈറേഞ്ചിൽ ചൂട് വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് ഈ കൃഷി ഉപജീവനമായി ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മകരമാസത്തിൽ മഴ പെയ്യുകയും അത് കാപ്പി കർഷകർക്ക് വളരെ ആശ്വാസമായിരുന്നു. കാപ്പികളെല്ലാം പൂവിട്ടു, വളരെ പ്രതീക്ഷയോടെ കർഷകർ നോക്കിയിരുന്നു. പക്ഷേ തുടർമഴ ലഭിക്കാത്തതുകൊണ്ട് ആ പൂക്കളെല്ലാം കരിഞ്ഞുപോയി. അത് അടുത്ത സീസണിലേക്ക് കാപ്പിയുടെ വിളവ് വളരെയധികം കുറയുന്നതിന് ഒരു വഴിയൊരുക്കും. അപ്പോൾ കാപ്പി മാത്രമല്ല, മുഴുവൻ കാർഷിക മേഖലയും ഈ വരൾച്ച വലിയ പ്രതിസന്ധിയിലാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് കൃഷിക്കാർക്ക് ജലസ്രോതസ്സുകൾ നിർത്താൻ പറ്റുന്ന രീതിയിൽ, സംരക്ഷിക്കാവുന്ന രീതിയിൽ പരമാവധി ജലം ഉപയോഗിക്കാവുന്ന വിധത്തിലേക്കുള്ള സജ്ജീകരണങ്ങളൊക്കെയുള്ള സഹായങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തുകൊണ്ട് കൃഷിക്കാരെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. ജനുവരി പകുതിയോടെ തന്നെ ചിലയിടങ്ങളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസ് കടന്നിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതേസമയം വേനൽ മഴ കാര്യമായി ലഭിച്ചാൽ ചൂട് കുറയുവാനും ജലസ്രോതസ്സുകൾ സമൃദ്ധമാകുവാനും സഹായകരമാകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.